ആത്മകഥാ വിവാദത്തിൽ ഇ.പി. ജയരാജനെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാതെ CPM നേതൃത്വം സംഘടനാ പ്രവർത്തനം തുടങ്ങിയതു മുതൽ ഏറ്റവും ഒടുവിൽ സംഭവിച്ച കാര്യങ്ങൾ വരെ അക്കമിട്ട് പറയുന്ന ഇ.പി.യുടേതെന്ന് പറയപ്പെടുന്ന പുസ്തകത്തിലുണ്ട്. സ്വകാര്യ ഫോട്ടോകളുടെ ശേഖരവും സംശയം ജനിപ്പിക്കുന്നതാണെന്നാണ് ചില CPM നേതാക്കളുടെ അഭിപ്രായം. ഇതിനിടെ നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ.പി. പങ്കെടുക്കും. ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ DC ബുക്സിനോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് ഇ.പി. ജയരാജന്റെ വാദം. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടും ഇ.പി. ഇതുതന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇ.പിയുടെ വാദത്തെ ചില മുതിർന്ന നേതാക്കൾ പൂർണ്ണമായും ഇനിയും വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില കാര്യങ്ങളും ദുരൂഹതകളും തന്നെ ഇതിന് പ്രധാന കാരണം. ചെറുകുന്ന് ഹൈസ്കൂളിലെ പഠനം മുതൽ ഇ.പി. ജയരാജൻ്റെതെന്ന പേരിൽ പുറത്തുവന്ന പുസ്തകത്തിൻ്റെ PDF ഫയലിലുണ്ട്. 1965 കാലഘട്ടത്തിലെ കുടുംബത്തിൻ്റെ പട്ടിണിയെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. കണ്ണൂർ SN കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പ്രവേശനം ലഭിച്ചതും KSFൻ്റെ കണ്ണൂർ താലൂക്ക് സെക്രട്ടറി ആയതും പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുമുണ്ട്. പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് തിരികെ വരുന്നതിനിടെ വെടിയേറ്റതിന് ദുഃഖിപ്പിക്കുന്ന ഓർമ്മയും ആ സമയത്ത് ചികിത്സിച്ച ഡോക്ടറുടെ പേരും പുസ്തകത്തിലുണ്ട്. ഇ.പി. ജയരാജൻ്റെ വ്യക്തിപരമായ ചിത്രങ്ങളും പുസ്തകത്തിൽ കാണാൻ കഴിയും. CPM നേതാക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങളും ഇതിൻ്റെ ഭാഗമായുണ്ട്. വ്യക്തിപരമായ കാര്യങ്ങളും ഫോട്ടോകളും ഇ.പി. അറിയാതെ എങ്ങനെ വരുമെന്നാണ് CPM നേതാക്കൾ രഹസ്യമായി പറയുന്നത്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ അതൃപ്തി പരസ്യമാക്കുന്നില്ലെന്ന് മാത്രം. തെരഞ്ഞെടുപ്പിന് ശേഷം വിഷയം CPM ഗൗരവമായി ചർച്ച ചെയ്യും. അതേസമയം നാളത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ.പി. ജയരാജൻ പങ്കെടുക്കും. യോഗത്തിൽ വിശദീകരണം തേടാനാണ് തീരുമാനം. ആത്മകഥ വിവാദത്തിലുണ്ടായ സംഭവങ്ങൾ വിശദീകരിക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇ.പിയോട് ആവശ്യപ്പെട്ടേക്കും. എന്നാൽ ചില ഭാഗങ്ങൾ കൈമാറിയിട്ടുണ്ടെന്നും പ്രസിദ്ധീകരിക്കാൻ ആവശ്യപ്പെടുകയോ അനുമതി നൽകുകയോ ചെയ്തിട്ടില്ലെന്നാണ് ചില മുതിർന്ന നേതാക്കളോട് ഇ.പി. ജയരാജൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇ.പിയുടെ വിശദീകരണം കൂടി കേട്ട ശേഷമായിരിക്കും തുടർ നടപടികൾ. ഇതിനിടെ ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് കാണിച്ച് ഇ.പി. ജയരാജൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ഇന്ന് തീരുമാനമെടുക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.